മുഴുവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയമാക്കുമ്പോൾ 3 സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായി ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ, ഏത് മതക്കാരാ, ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത് BJP പ്രവർത്തകരും നേതാക്കളും. അല്പസമയത്തിനകം അദ്ദേഹം എത്തും. ശബരിമല വിഷയത്തിൽ അദ്ദേഹം എന്തു പറയും, എന്തെങ്കിലും പറയുമോ എന്നതാണ് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർ ഇന്ന് കാത്തിരിക്കുന്ന കാര്യം. നേരത്തെ പ്രചാരണത്തിന്റെ ഭാഗമായി തന്നെ കോഴിക്കോട്ട് വെച്ച് അദ്ദേഹം ശബരിമല വിഷയത്തിലെ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമലയുടെ പേര് പറയാതെ വിശ്വാസ സംരക്ഷണത്തിനായി പാർട്ടി ശ്രമിക്കുമെന്ന്. പിന്നീട് തമിഴ്നാട്ടിലും കർണാടകത്തിലും ശബരിമല എന്ന് പേരെടുത്ത് പറഞ്ഞു തന്നെ അദ്ദേഹം അക്കാര്യങ്ങൾ വ്യക്തമാക്കി. CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് ഹിന്ദു വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് തമിഴ്നാട്ടിൽ വെച്ച് ശബരിമല വിഷയത്തിലെ പ്രസ്താവന അദ്ദേഹം നടത്തിയത്. ആ വിഷയം വോട്ടിനായി ഉന്നയിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ച വിലക്കിനെ വകവയ്ക്കില്ല എന്ന് പ്രധാനമന്ത്രിയും അമിത്ഷായും തൊട്ട് PS ശ്രീധരൻപിള്ള വരെയുള്ളവർ നേരത്തെ തന്നെ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ എന്താകും പറയുക എന്നതിന് സവിശേഷ പ്രാധാന്യം വരുന്നത്. മതവിശ്വാസത്തിന്റെ പേരിലുള്ള വോട്ട് തേടൽ എന്ന ശരിയല്ലാത്ത കാര്യത്തിലേക്ക് BJP കടക്കുന്നതിന് തെളിവാകുമോ ഇന്നത്തേത് എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അതോടൊപ്പമാണ് PS ശ്രീധരൻപിള്ളയ്ക്ക് നേരെ ഇന്ന് പോലീസ് എടുത്ത കേസിന്റെ വിവരം കൂടെ പ്രസക്തമാകുന്നത്. തുടക്കത്തിൽ നമ്മൾ കേട്ട പ്രസംഗത്തിന്റെ പേരിലാണ് കേസ്. മുസ്ലിം വിരുദ്ധ പ്രസംഗമാണ് അത് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ശരികൾക്കും തെറ്റിനുമിടയിലെ അതിർവരമ്പ് കേരളത്തിലും ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. വർഗീയ വിദ്വേഷ പ്രചാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കേരളത്തിലും കടന്നു വരുന്നുവോ? അത് ഉന്നയിക്കുന്നവർ പ്രതീക്ഷിക്കും പോലെ ആ പ്രചാരണം കേരളത്തിലും വോട്ട് സമാഹരിക്കാൻ ഉതകുന്നതാകുമോ? ഇതാണ് ചർച്ച. സ്വാഗതം. ഈ വിഷയത്തിലെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ ഇന്ന് വെക്കുന്ന ചോദ്യം ഇതാണ്. വർഗീയ പ്രചാരണം കേരളത്തിൽ വിലപ്പോവുമോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. വർഗീയ പ്രചാരണം കേരളത്തിൽ വിലപ്പോവുമോ എന്ന ചോദ്യത്തിലാണ് നിങ്ങളുടെ അഭിപ്രായവും പ്രതികരണവും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. ശ്രീ M സ്വരാജ് CPM നേതാവ്, അദ്ദേഹവും കൊച്ചിയിലാണ്. ശ്രീ നാരായണ നമ്പൂതിരി BJP നേതാവ് പാലക്കാട് സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. 3 അതിഥികളിലേക്കും ചർച്ചയിലേക്കും വരാം. കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, CPM നേതാവ് ശ്രീ M സ്വരാജ് എന്നിവർ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ നാരായണ നമ്പൂതിരി BJP നേതാവ് പാലക്കാട് സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ശ്രീ നാരായണ നമ്പൂതിരി, വർഗീയ വിദ്വേഷ പ്രചാരണം വോട്ട് നേടാനായി കേരളത്തിലും BJP ഉപയോഗിക്കുന്നുണ്ടോ? അതിനുള്ള തെളിവായി കാണാനാവുന്നതാണോ PS ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന, അതിനെതിരായ പോലീസ് കേസ്? ഹലോ, ശ്രീ നാരായണ നമ്പൂതിരി കേൾക്കാമോ? ശ്രീ PS ശ്രീധരൻപിള്ളയുടെ ശരി, കേൾക്കാം. വല്ലാത്ത ഇടിയുടെ പ്രശ്നമുണ്ട്. പ്രകൃതി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് ഇറങ്ങുമ്പോഴേ മഴ അറിഞ്ഞ് പ്രകൃതി പോലും അനുഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭയങ്കര മഴയാണ്, മഴയും ഇടിയും. അതുകൊണ്ട് ഈ കടുത്ത വേനൽ ചൂടിൽ ഒരു തണുത്ത സ്പർശം പോലെ മഴ പെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ലൈവായി കാണിക്കാൻ കഴിയാത്തതിൽ ന്യൂസ് 18 ഒരു ഖേദമുണ്ടാകണം. എന്താണെങ്കിലും വർഗീയ പ്രചരണം കേരളത്തിൽ BJP അല്ല നടത്തുന്നത്. BJPയുടെ ആദരണീയനായ അധ്യക്ഷൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരിൽ വെച്ച് ഏറ്റവും സെക്കുലറായ മതേതരനായ ഒരു നേതാവാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു വർഗീയ പ്രചരണം നടത്തിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റേതായി പറയുന്ന പ്രസംഗത്തിൽ അത് ഏത് കോണ്ടക്സ്റ്റിൽ പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നൊക്കെയുള്ളത് പറയാതെ ഏതെങ്കിലും ഒരു വാചകം എടുത്തു മാത്രം അദ്ദേഹത്തെ കേസിൽ കൊടുക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. എന്ത് പറയുന്നു എന്നുള്ളതല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ 2 മുന്നണികളും ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതടക്കം കേരളത്തിലെ ജാതി മത വർഗീയ സംഘടനകളെ പരിപാലിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ നാളുകളായി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വർഗീയ വിരുദ്ധത പറയുകയും
പൂർണ്ണമായി വർഗീയത അല്ലെങ്കിൽ ജാതീയത താലോലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഈ രണ്ട് മുന്നണികളും സ്വീകരിക്കുമ്പോൾ, അത് വിളിച്ചു പറയുമ്പോൾ, അത് ഉറക്കെ പറയുമ്പോൾ, ഈ രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയ സമീപനം വിളിച്ചത് പറയുമ്പോൾ അത് വർഗീയതയാകും എന്ന് പറഞ്ഞാൽ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ടാവും. ആ യാഥാർത്ഥ്യങ്ങൾ എങ്ങനെ വർഗീയതയായി മാറും? സത്യസന്ധമായി കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അത് വർഗീയതയായി മാറില്ലല്ലോ. അതുകൊണ്ട് BJP ഒരിക്കലും വർഗീയതയുടെയോ ജാതീയതയുടെയോ പേരിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കാറില്ല, ശ്രമിച്ചിട്ടുമില്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ സത്യസന്ധമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് BJPക്ക് ഈ ജനപിന്തുണ കിട്ടുന്നത്. ആ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വർഗീയ പ്രചരണം എന്നുള്ള വാക്ക് BJPയുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് അടിസ്ഥാനരഹിതമായ ഒരാരോപണമാണ്. ശരി, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ നാരായണൻ നമ്പൂതിരി, താങ്കൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം കൊടുക്കാൻ പറ്റാത്തതിൽ ഖേദിക്കേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിട്ടില്ല. പ്രസംഗം തുടങ്ങിയാൽ ഒരു തെരഞ്ഞെടുപ്പ് പോലുള്ളൊരു വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുടെ പ്രസംഗം. സ്വാഭാവികമായിട്ടും അത് പ്രക്ഷേപണം ചെയ്യുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങൾ ചെയ്യും. അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട, അത് കൊടുക്കാത്തതിൽ ഖേദിക്കേണ്ടുന്ന കാര്യമില്ല. അദ്ദേഹം വന്നിട്ടില്ല. താങ്കൾ പാലക്കാട് ഇരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ടാകും എന്ന കരുതൽ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞത്. ഭയപ്പെടേണ്ട, അദ്ദേഹം പ്രസംഗിക്കുന്നത് നമുക്ക് കേൾക്കാം. അതുകൂടെ എടുത്ത് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നത്. CM സ്വരാജ്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം പ്രസംഗിക്കട്ടെ, രാഷ്ട്രീയമായിട്ട് പ്രാധാന്യമുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റേതിൽ നിന്ന് കൂടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം ഉന്നയിക്കുമോ, എങ്ങനെയായിരിക്കും അദ്ദേഹം ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ചർച്ച ചെയ്ത് പോകേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയട്ടെ. CM സ്വരാജ്, ഈ PS ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയടക്കം വർഗീയ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് കാണരുത് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന ഇങ്ങനെ കേസെടുക്കേണ്ട വിധം കുഴപ്പം പിടിച്ചതാണോ? ഞാനതിലേക്ക് വരാം. ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി വളരെ സരസമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, പ്രധാനമന്ത്രി വന്നപ്പോഴേക്കും ഇവിടെ ഇടിയും മഴയൊക്കെയാണ്, അതൊരു ശുഭലക്ഷണമാണെന്നുള്ളത്. ഞാനും അത് സരസമായിട്ടേ കാണുന്നുള്ളൂ. വല്ലാതെ ഇടിയും മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ശുഭലക്ഷണമല്ല. ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇടിയും മഴയുടെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ മുളന്തുരുത്തിയിൽ 2 പേര് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇടിയും മഴയൊക്കെ പാകത്തിന് വരുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിന് നന്നാവുക എന്നും ഞാനും ആ അഭിപ്രായ പ്രകടനത്തോട് പ്രതികരിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ BJPയുടെ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ വാദം അവതരിപ്പിച്ചതിൽ വലിയ അപകടങ്ങളുണ്ട്. ഒന്നൊരു അവ്യക്തതയുണ്ട്. അദ്ദേഹം പ്രയോഗിച്ചൊരു വാചകം, ശ്രീധരൻപിള്ളയുടേതെന്ന് പറയപ്പെടുന്ന പ്രസംഗം. പറയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഉറപ്പില്ല. അങ്ങനെ പറയരുത്. ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഉറപ്പിച്ചു പറയൂ. ശ്രീധരൻപിള്ളയുടേത് എന്ന് പറയപ്പെടുന്ന ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം പറഞ്ഞതല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രസംഗമല്ലേ? അല്ലെങ്കിൽ അങ്ങനെ പറയൂ, ഇത് ശ്രീധരൻപിള്ള പ്രസംഗിച്ചതല്ല എന്ന് പറയണം. പറയപ്പെടുന്ന എന്നൊന്നും പറഞ്ഞു പോകരുത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, എന്തു പറയുന്നു എന്നതല്ല, എന്ത് ചെയ്യുന്നു എന്നതാണ് നോക്കണം. ഇതാണ് അദ്ദേഹം അവതരിപ്പിച്ച വാദം. അത് വളരെ അപകടകരമാണ്. ചെയ്യുന്നതും പറയുന്നതും പ്രധാനമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുക എന്ന് പറയുന്നത് പ്രസംഗങ്ങളാണ്. തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ രീതി പ്രസംഗമല്ലേ? ആ പ്രസംഗത്തിൽ എന്തും പറയാം എന്നതാണ് അങ്ങയുടെ വാദത്തിന്റെ കാതൽ. എന്തു പറയുന്നു എന്നത് നിങ്ങൾ നോക്കണ്ട, എന്ത് ചെയ്യുന്നു എന്നത് നോക്കിയാൽ മതി എന്നാണ്. അത് തെറ്റല്ലേ? അത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗങ്ങൾ വളരെ പ്രധാനമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം ബഹുമാന്യനായ ശ്രീധരൻപിള്ള കഴിഞ്ഞ സെപ്റ്റംബറിൽ പത്തനംതിട്ടയിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അതൊക്കെ ആരാണ് ഗൗരവമായിട്ട് എടുക്കുന്നത്? അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ ചുമ്മാ പറയുന്നല്ലേ. അപ്പോൾ ഈ പറയുന്നതിലൊന്നും ഒരു കഥയും ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു അടിസ്ഥാന നിലപാടാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ സമൂഹം അങ്ങനെയല്ല കണക്കാക്കുന്നത്. പ്രസംഗങ്ങളിൽ വർഗീയത, വിദ്വേഷം അതൊക്കെ ഒഴിവാക്കണം. നോക്കൂ, നിങ്ങൾ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമല്ലേ ഇന്ത്യ? ആ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജാതിയും മതവും വംശീയതയും വിദ്വേഷവും ആണോ പ്രസംഗിക്കേണ്ടത്? നിങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന കാര്യങ്ങളാണോ പറയേണ്ടത്? നിങ്ങൾ 5 കൊല്ലം ഇന്ത്യ ഭരിച്ചവരല്ലേ? നിങ്ങൾ ഭരണ നേട്ടങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കാത്തത് എന്താണ്? ഞങ്ങൾ 5 കൊല്ലം ഭരിച്ചു, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ നേട്ടമുണ്ടാക്കി, ഇനി അവസരം കിട്ടിയാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതിന് പകരം നിങ്ങൾ ഈ മതവും ജാതിയും വൃത്തികേടുകളും പറയുന്നത് എന്തിനാണ്? അതിൻ്റെ അർത്ഥം രാഷ്ട്രീയമായി സമരം നടക്കേണ്ടതിന്, വികസന സംബന്ധിയായ സംവാദം നടക്കേണ്ടതിന്
നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ഒരു കോപ്പുമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ജാതി, മതം, വർഗീയത, വംശീയത, വിദ്വേഷം ഇത്തരത്തിൽ തരം താഴ്ന്നു പോകുന്നു എന്നതാണ്. അത് ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ നിങ്ങളുടെ ഭരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് ആ ഭരണത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് നിങ്ങൾ എന്നുകൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ഈ എൻ്റെ അഭിപ്രായം പറഞ്ഞ് ഞാൻ നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പ്രധാനമന്ത്രി അവിടെ സംസാരിക്കുന്നത് ലൈവായി ചെയ്യാത്തതിൽ അദ്ദേഹം എന്തോ പ്രതിഷേധിച്ചു. അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം. ചാനലിന്റെ കാര്യം ചാനലും പറഞ്ഞു. ഇനിയിപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ലൈവായി കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും, ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല. പക്ഷെ തുടർച്ചയായി പ്രസംഗം ലൈവായി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെ ചർച്ചയിൽ നിന്ന് പോകാൻ അനുവദിക്കുക കൂടി ചെയ്യുമല്ലോ എന്നുകൂടി ഞാൻ ചോദിച്ചു നിർത്തും. തീർച്ചയായും താങ്കളെ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് സ്റ്റുഡിയോയിൽ ഇരുത്തുകയുണ്ടാവില്ല. എന്തായാലും ഞാൻ കരുതുന്നത് പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കൊടുത്ത് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ്. ഇനി അതല്ല, മറിച്ചൊരു തീരുമാനം ഉണ്ടായിട്ട് മുഴുവനായിട്ട് കൊടുക്കുക എന്നാണ്. അത്രക്ക് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം പറയുന്നു എന്നാണെങ്കിൽ ഞാൻ താങ്കളോട് നന്ദി പറഞ്ഞ് താങ്കളെ പോകാൻ അനുവദിക്കുകയും ചെയ്യും. സ്വരാജ്, നമുക്ക് ഏതായാലും ചർച്ച ഈ വഴിക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ശ്രീ നാരായണൻ നമ്പൂതിരി, അവിടെ അദ്ദേഹത്തിൻ്റെ ശ്രീധരൻപിള്ളയുടെ പ്രസംഗം പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ആക്രമണത്തിലൂടെ ഭീകരരെ കൊലപ്പെടുത്തിയ ശേഷം ഇന്ത്യൻ സൈന്യം തിരിച്ചെത്തിയപ്പോഴും രാഹുൽ ഗാന്ധിയും യെച്ചൂരി, പിണറായി വിജയൻ എന്നിവരെല്ലാം മരിച്ചവരുടെ ജാതിയും മതവും വെളിപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇസ്ലാം ആകണമെങ്കിൽ ചില അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ, വസ്ത്രമൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. താങ്കളത് അദ്ദേഹം പ്രസംഗിച്ചു എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ഒഴുക്കിലങ്ങ് പറഞ്ഞു പോയതായിരിക്കാം. നമ്മൾ കേട്ടതാണത്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് പ്രസംഗിച്ചത്. ഈ പ്രസംഗം കുഴപ്പം പിടിച്ചതാണ് എന്ന് താങ്കൾ കരുതുന്നില്ലേ? അങ്ങനെ ഒരു തോന്നലില്ലേ? കേൾക്കുന്ന ആളുകൾക്കൊരു സുഖമില്ലാത്ത പ്രസംഗമാണല്ലോ, ശരിയല്ലല്ലോ ഇത് എന്ന് തോന്നലുണ്ടാകുന്നതിൽ പിശകുണ്ടോ? ഒന്ന്, ബാലക്കോട്ടെ സൈനിക നടപടിയെക്കുറിച്ചാണ് സൂചിപ്പിച്ചതാണ്. അതിനെതിരെ അതിൻ്റെ തെളിവുകൾ ചോദിച്ചവർക്കുള്ള ഒരു മറുപടിയായി നൽകിയ പ്രസംഗത്തിലെ ഒരു വിഷയമാണ്. പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ വിജയരാഘവൻ രമ്യ ഹരിദാസിനെതിരെ പറഞ്ഞു. വിജയരാഘവനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് ചെയ്യുകയും വാൺ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ഇപ്പോൾ നമ്മളൊരു പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പോൾ ഏത് കാര്യം പറഞ്ഞു വരുന്നു അതുമായി അനുബന്ധമായി ഈ പറഞ്ഞതാകാം എന്നുള്ളതല്ലാതെ, ഞാൻ ശ്രീധരൻപിള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ മതേതര സ്വഭാവമാണ്, അദ്ദേഹത്തിൻ്റെ മതേതര കാഴ്ചപ്പാടാണ്. അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തെയോ ഒരു വിശ്വാസത്തെയോ ഹർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്രീ നാരായണൻ നമ്പൂതിരി, പക്ഷേ ഈ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ ഒഴുക്കിനകത്ത് പറഞ്ഞു പോയതായിരിക്കാം. എന്തായാലും ഈ പറഞ്ഞത് ശരിയല്ല എന്ന് താങ്കൾ സമ്മതിക്കുമല്ലോ അല്ലേ? ഈ പറഞ്ഞത് ഒരു മതവിഭാഗത്തെ, അതിൽപ്പെട്ട ആളുകളെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ് എന്ന തോന്നലെങ്കിലും താങ്കൾക്കുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ താങ്കളത് PS ശ്രീധരൻപിള്ള പറഞ്ഞിരിക്കാൻ ഇടയില്ല എന്ന നിലപാട് പിടിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അല്ല, സ്വാഭാവികമായി അങ്ങനെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെയോ മതത്തെയോ ഹർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു കാരണവശാലും സംസാരിക്കാത്ത ആളാണ് അദ്ദേഹം. ഞങ്ങളുടെ BJPയിലെ എല്ലാ നേതാക്കന്മാരും ആ അർത്ഥത്തിലാണ്. ശ്രീധരൻപിള്ള സാർ കുറച്ചുകൂടി ആ കാര്യത്തിൽ നിയമത്തിൻ്റെയും നിയമ സംവിധാനങ്ങളെയും എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പ്രസംഗമേ വരുള്ളൂ. അപ്പം ഇത് സ്വാഭാവികമായി ബാലക്കോട്ട് ആക്രമണത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സേനയുടെ തിരിച്ചടിയെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയായി പറഞ്ഞ ഒരു കാര്യമാകാനാണ് സാധ്യത. സ്വാഭാവികമായി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും ഇപ്പോൾ പോലീസ് കേസായി കോടതിയുടെയും ഒക്കെ പോലീസിൻ്റെയും മേലും അന്വേഷണത്തിലിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് അതങ്ങനെയാണോ ഇങ്ങനെയല്ലയോ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. അത് ഏത് ഹർട്ട് ചെയ്തു, എന്തുമാത്രം ഹർട്ട് ചെയ്തു എന്നുള്ളത്. പക്ഷേ അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം വിജയരാഘവൻ ഒരു സ്ത്രീ വിരുദ്ധനൊന്നും അല്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ വിജയരാഘവൻ ഒരു സ്ത്രീ വിരുദ്ധനല്ല, എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷേ അദ്ദേഹം ആലത്തൂർ നടത്തിയ പ്രസംഗത്തിൽ ആലങ്കാരികമായി അദ്ദേഹം സംസാരിച്ച ഒരു വാചകം, ആ വാചകം മാത്രമാണ് എടുത്ത് അദ്ദേഹത്തിനെതിരെ ശ്രീ നാരായണൻ നമ്പൂതിരി, ഇവിടെ രാഷ്ട്രീയമായിട്ട് നമ്മുടെ അബോധത്തിലുള്ള ചില കാര്യങ്ങൾ അങ്ങനെ വരുന്നു. വിജയരാഘവന് ഈ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ ഒരു തമാശ പറയണമെന്ന് തോന്നുന്ന വിധത്തിലുള്ള എന്തോ ഒരു ശരിയല്ലാത്ത ഒരു മനോഭാവം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് പുറത്തേക്ക് വരുന്നു. അങ്ങനെ കണക്കിലെടുക്കുകയാണെങ്കിൽ ശ്രീധരൻപിള്ളയുടെ ഉള്ളിൽ ഇങ്ങനെ പരിഹസിച്ചേക്കാം മുസ്ലിങ്ങളെ, ആ വിശ്വാസത്തിൽപ്പെട്ട ആളുകളെ എന്നൊരു തോന്നൽ ഉള്ളിലുള്ളത് കൊണ്ട് അതിങ്ങോട്ട് പോന്നു. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ വന്നാൽ സാധാരണഗതിയിൽ താങ്കൾ തന്നെ പറയുന്ന പോലെ അങ്ങനെയൊന്നും പറയുന്നയാളല്ല എന്ന് പറയുന്ന ഈ PS ശ്രീധരൻപിള്ള ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെത്തുമ്പോൾ ഇങ്ങനെ ഉള്ളിലില്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അനുകൂലിക്കാൻ താങ്കൾക്ക് പോലും പറ്റാത്ത ഒരു കാര്യം പറയുന്നത്
സ്വാഭാവികമായിട്ടും വോട്ട് നേടുക എന്ന കാര്യത്തിലായിരിക്കുമല്ലോ. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ വോട്ട് കിട്ടും കേരളത്തിൽ എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു 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 മതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, മതത്തെ അവഹേളിച്ചുകൊണ്ട് വോട്ട് നേടാൻ പറ്റുമെന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വം വിശ്വസിക്കുമോ? ഇന്നിപ്പോൾ ശബരിമല വിഷയത്തിൽ ഈ വിശ്വാസ ധ്വംസനവുമായി ബന്ധപ്പെട്ട് CPM തന്നെ ഒരു പുനർവിചിന്തനം നടക്കുന്നില്ലേ? കാരണം സ്വാഭാവികമായി വിശ്വാസത്തെയോ അതേപോലുള്ള സങ്കല്പങ്ങളെയോ ചോദ്യം ചെയ്യുകയോ അവഹേളിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അറിവ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കുമുണ്ട്. സ്വാഭാവികമായി ആരും അത് ചെയ്യാറുമില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ കോണ്ടക്സ്റ്റും എടുത്തു നോക്കാതെ അതിലെ ഒരു വാചകം മാത്രം എടുത്ത് സംസാരിക്കുമ്പോഴാണ് ഈ കുഴപ്പം. ശ്രീധരൻപിള്ള സാറിൻ്റെ പ്രസംഗം പൂർണ്ണമായി പരിശോധിക്കാതെ ഒരു വാചകം മാത്രം, വിജയരാഘവൻ്റെ പ്രസംഗം പൂർണ്ണമായി പരിശോധിക്കാതെ അതിലെ ഒരു വാചകം മാത്രം എടുക്കുമ്പോൾ ശരിയായിരിക്കും. ആ ഒരു വാചകം മാത്രം എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ പറയണമായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഞാൻ പറഞ്ഞത് പൂർണ്ണമായി ആ പ്രസംഗം എടുക്കണം. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരാരും അങ്ങനെ മോശക്കാരൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഞാൻ ഇവിടെ PS ശ്രീധരൻപിള്ള നടത്തിയ പരാമർശത്തിനെതിരെ പോലീസ് കേസെടുക്കേണ്ടത്രക്ക് മാത്രം ഗൗരവമുള്ളതാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതിനകത്ത് ഈ പ്രസംഗിച്ചു പോകുന്നതിനിടക്ക് പറഞ്ഞുപോയ ചില കാര്യങ്ങൾ എന്നല്ലാതെ അതൊരു കുറ്റകരമായിട്ടുള്ള വർഗീയ പ്രചാരണത്തിന്റെ സ്വഭാവമുള്ളതാണ് എന്ന വിചാരം താങ്കൾക്കുണ്ടോ? ഞാൻ അങ്ങനെ വിചാരിച്ചേനെ, പ്രൊവൈഡഡ് ശ്രീധരൻപിള്ള പറയേണ്ടിയിരുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഞാനിങ്ങനെ പറഞ്ഞു പോയപ്പോൾ വന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ ചോദിച്ചേനെ, ഇത് കേസെടുക്കാൻ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ അതല്ലല്ലോ, ഇത് കോൺട്രവേഴ്സി ആയിട്ടും അദ്ദേഹം അത് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രസംഗത്തിൽ വന്നുവിടാം, പക്ഷേ അന്തസ് എങ്ങനെയാണ് കാണിക്കേണ്ടത്, മാന്യത എങ്ങനെ കാണിക്കേണ്ടത്, അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം. ഞാൻ മനപ്പോൾ ഉദ്ദേശിച്ചതല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അത് വന്നു പോയെന്ന് പറയാം. അപ്പോൾ അവിടെ ദെയർ എൻഡ്സ് എ മാറ്റർ. പക്ഷെ അതങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി BJPയുടെ പല നേതാക്കളുടെയും പ്രസംഗം വരുമ്പോഴേക്കും അങ്ങനെ വരുന്നു. ഇപ്പോൾ ശ്രീ വിജയരാഘവൻ്റെ കാര്യം പറഞ്ഞു, അദ്ദേഹം ഒരു ഖേദം പ്രകടിപ്പിച്ചാൽ മതിയായിരുന്നു. അതിനുവരെ അദ്ദേഹം പറഞ്ഞത് അവർക്ക് വിഷമമുണ്ട് എനിക്ക് വിഷമമെന്ന് പറയും, അവിടെ പ്രശ്നം. നേരെ മറിച്ച് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് ഇൻറ്റൻഷൻ അല്ല എന്ന് ബോധ്യത്തോടെ പറയേണ്ടത് എന്താ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, എനിക്ക് അതിൻ്റെ അകത്തൊരു എൻ്റെ വാചക പെശകറ്റൊക്കെ ഇഷ്യൂ തരും. പക്ഷേ ഇത് ഓരോന്നായി കാര്യങ്ങൾ വരുമ്പോഴാണ്, ഈ പലതും കൂട്ടി വായിക്കുമ്പോഴാണ് ഇത് മനഃപൂർവ്വം അല്ല എന്ന ചിന്താഗതി വരുന്നത്. ഏതായാലും ശരി, കഴിഞ്ഞ കുറേ ഇലക്ഷൻ ക്യാമ്പയിന് ശേഷം പ്രത്യേകിച്ച് BJP പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ പ്രസംഗങ്ങൾ കേട്ടാൽ ഇത് വളരെ ബോധപൂർവം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് ആയിക്കോട്ടെ എന്ന ചിന്താഗതിയിലേക്ക് ഇലക്ഷൻ ക്യാമ്പയിൻ പൊയ്ക്കോട്ടെ എന്ന ഒരു പർപ്പസ്ഫുള്ളായ അവരുടെ തീരുമാനം അല്ലേ എന്ന് സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ലല്ലോ. അതാണ് ഞാൻ തിരിച്ചു വരാൻ താങ്കളിലേക്ക്. ശ്രീ സ്വരാജ്, ഇവിടെ അദ്ദേഹം പറഞ്ഞത് കേട്ടുവല്ലോ, അതായത് ഈ പറയുന്നത് പോലെ ഒരു സ്ത്രീ വിരുദ്ധ നേതാവല്ല, സ്ത്രീ വിരുദ്ധ നിലപാടുള്ളൊരു നേതാവല്ല വിജയരാഘവൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്നൊരു കാര്യം വീണു. അതുപോലെ വർഗീയവാദിയായിട്ടുള്ള ആളായതുകൊണ്ടല്ല, പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അല്ല, ഈ വിഷയം മാറ്റാനൊന്നും ശ്രമിക്കുന്നത് ശരിയല്ല. LDF കൺവീനറുടെ പ്രസംഗമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. നിങ്ങൾ തന്നെ അത് പ്രത്യേക വിഷയമായി ചർച്ച ചെയ്തല്ലോ. അദ്ദേഹം ആ കാര്യത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. അതൊന്നും ഇനി ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ഞാൻ തയ്യാറല്ല, ഞാൻ അതിൽ പ്രതികരിക്കാനുമില്ല. ഇപ്പം നമ്മുടെ മുൻപിൽ ചർച്ചാ വിഷയം ഇതാണ്. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു ശ്രീധരൻപിള്ളയെ സംബന്ധിച്ച ആ വ്യക്തിയെക്കുറിച്ച്. ഞാൻ കൃത്യമായി പറയട്ടെ, ശ്രീധരൻപിള്ള എന്ന BJP നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ വിമർശിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതെൻ്റെ വിഷയമല്ല. ഞാൻ നേരത്തെയോ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ആ വ്യക്തിക്ക് മാർക്കിടാനൊന്നും ഞാനാളല്ല. ഞാൻ ഒരു രാഷ്ട്രീയ നേതാവിനെയും വ്യക്തിപരമായി വിലയിരുത്താൻ ഒരിക്കലും മുതിർന്നിട്ടേയില്ല. നമ്മൾ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ് ചർച്ചാ വിഷയം. പ്രസംഗ കർത്താവിനെ നമ്മൾ വിട്ടേക്കുക, പ്രസംഗം ചർച്ചാ വിഷയമായിട്ട് എടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് ഒറ്റപ്പെട്ടതല്ല എന്ന് നാം കാണണം. ഇതിനു മുമ്പ് ശബരിമല വിഷയം കേരളത്തിൽ ചർച്ച ചെയ്ത ഒരു ഘട്ടത്തിൽ ഒരു പ്രസംഗം പുറത്തു വന്നിരുന്നല്ലോ. എന്താ പറഞ്ഞിരുന്നത്? ഇത് നമുക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ്, നമ്മൾ വെച്ച അജണ്ടയിൽ ഇതാ ഓരോരുത്തരായി വീണുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേട്ട ഒരു പ്രസംഗമല്ലേ. ഇന്ന് ഇന്ത്യ മുഴുവൻ BJPയുടെ നേതാക്കന്മാർ ഇന്ന ആളെന്നില്ല പ്രസംഗിക്കുന്നതിൻ്റെ കേന്ദ്ര ബിന്ദു എവിടെയാണ്? ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വിശ്വാസപരമായിട്ടുള്ള വിദ്വേഷം പടർത്താനും വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനും സഹായകരമായ നിലയിലുള്ള പ്രചരണവും പ്രസംഗവുമാണ് എല്ലായിടത്തും നടത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്ര വലിയൊരു ജനാധിപത്യ പ്രക്രിയയുടെ മുൻപിൽ 5 കൊല്ലം ഭരിച്ചതിന് ശേഷം ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ വോട്ട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്?
ഞാൻ ബഹുമാനിയായ BJP പ്രതിനിധിയോട് എല്ലാ പ്രതിപക്ഷ ബഹുമാനവും നിലനിർത്തി പറയുന്നു, അങ്ങയുടെ സഹപ്രവർത്തകരും എന്ത് പ്രസംഗിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഇന്ത്യൻ സാമാന്യത്തോട് നിങ്ങൾക്ക് ബഹുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ 5 വർഷത്തെ നിങ്ങളുടെ നേട്ടങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കണ്ടേ? നോട്ട് നിരോധനത്തിന് വോട്ട് തരൂ എന്ന് നിങ്ങൾ പറയണ്ടേ? GSTക്ക് വോട്ട് തരൂ എന്ന് പറയണ്ടേ? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടി അതിന് വോട്ട് തരൂ എന്ന് പറയണ്ടേ? പാചകവാതകത്തിന് വില കൂട്ടി വോട്ട് തരൂ എന്ന് പറയണ്ടേ? പ്രളയകാലത്ത് വൈദേശിക സഹായം ഞങ്ങൾ തടഞ്ഞു വെച്ചു, അതുകൊണ്ട് വോട്ട് തരൂ എന്ന് പറയണ്ടേ? നിങ്ങളുടെ ഭരണ നടപടികളുടെ പേരിൽ വോട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടോ? അതാണ് എൻ്റെ പോയിന്റ്. അത് നിശബ്ദമായി കേന്ദ്ര ഭരണകക്ഷി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഭരണ നടപടികളുടെ പേരിൽ വോട്ട് ചോദിക്കാനോ ഭാവി വികസന പദ്ധതികൾ വിശദീകരിക്കാനോ തയ്യാറാവാതെ ജാതി മത സങ്കുചിത വികാരം ഉയർത്തി വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്നത് അപകടകരല്ലേ? അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയല്ലേ? അത് തെരഞ്ഞെടുപ്പിനോടും ജനങ്ങളോടുമുള്ള ബഹുമാനമില്ലായ്മയല്ലേ? ഇതാണ് പ്രശ്നം. എവിടെയെങ്കിലും ഒരു നാക്കുപിഴയൊന്നും അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആരെയും തൂക്കിലേറ്റണമെന്നൊന്നും ഇവിടെ ആരും പറയില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ചർച്ച വരില്ല. ഇത് നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഊന്നുന്നത് വർഗീയമായ ചേരിതിരിവിനാണ്. നിങ്ങൾ വിശ്വാസ സംബന്ധിയായ വിഷയങ്ങൾ ഇതിൽ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുകയാണ്, അതിന് വോട്ട് ചോദിക്കുകയാണ്. അത് ദയനീയമാണ്. അത് യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. നിങ്ങൾ ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പിനെയും വഴിതെറ്റിച്ചു വിട്ട് ചുളുവിൽ ജനങ്ങളുടെ വർഗീയ ചേരിതിരിവിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. അതാണ് വിമർശിക്കപ്പെടുന്നത്. അതാണ് ശ്രീ നാരായണൻ നമ്പൂതിരി, നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് കുറച്ചുകൂടെ വിശാലമായിട്ട് ആ കാര്യങ്ങളെ കണ്ടാൽ, ഈ ശബരിമല വിഷയം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ശബരിമല വിഷയം തന്നെയും എടുത്താൽ, പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ പോയി പ്രസംഗിച്ചത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗും ചേർന്നിട്ട് ഇവിടെ വിശ്വാസത്തെ, ഹിന്ദുമത വിശ്വാസത്തെ ആകെ തകരാറിലാക്കി കളയുന്നു ശബരിമലയുടെ പേരിൽ എന്നാണ്. ഇത് ഈ പറയുന്നത് പോലുള്ളൊരു രാഷ്ട്രീയ, ശ്രീ സ്വരാജ് പറയുന്ന കാര്യം വസ്തുതാപരമാണല്ലോ, ശരിയാണല്ലോ എന്ന് നാട്ടുകാർ ചിന്തിക്കുകയില്ലേ? അതായത് ഇത് താങ്കൾ തന്നെ പറഞ്ഞ പ്രകാരം കുഴപ്പക്കാരനല്ലാത്ത, ഇത്തരം വർഗീയ ചിന്തകൾ ഉള്ളിൽ കൊണ്ട് നടക്കാത്ത ഒരു നേതാവാണ് PS ശ്രീധരൻപിള്ള എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അദ്ദേഹം പോലും ഈ വിഷയം പുറത്തേക്കെടുത്ത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ ഈ സ്വരാജ് പറയുന്നത് ശരിയാണല്ലോ എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവുകയില്ലേ? ഇവിടെ ശബരിമല വിഷയത്തിൽ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് അവിടെയുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അതിൽ കള്ളമായിട്ട് പറഞ്ഞിട്ട് ഇവിടെ ഈ വികസനം പോലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ മതപരമായിട്ട് വിഭജിച്ചിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത് എന്ന് കണ്ടാൽ അത് ശരിയാവുകയില്ലേ? അതായത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളോട് ശത്രുതാപരമായിട്ടുള്ള നിലപാടുണ്ടായിട്ടായിരിക്കില്ല, പക്ഷേ വോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം, ആളുകളെ വിഭജിക്കണം എന്നൊരു രാഷ്ട്രീയമായ തോന്നലിൻ്റെ പുറത്താണെങ്കിൽ അത് കുറെ കൂടെ അപകടം പിടിച്ച കാര്യമാവുകയില്ലേ ശ്രീ നാരായണൻ നമ്പൂതിരി? ഈ ശബരിമല വിഷയം കൂടെ ചേർത്തുകൊണ്ട് വേണം താങ്കൾ അതിന് മറുപടി പറയാൻ. സനീഷേ, ഞാൻ സനീഷ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് സ്വരാജ് സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ കൂടി. സ്വരാജ്, BJPയുടെ പ്രസംഗത്തിൽ BJP കഴിഞ്ഞ 5 വർഷം NDA സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. ഞങ്ങൾ GSTക്ക് നടപ്പിലാക്കിയതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഡിമോണിറ്റൈസേഷൻ്റെ പേരിൽ അതിൻ്റെ ഗുണഫലങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കക്കൂസ് പണിതതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വീട് പണിത് നൽകിയതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സൗജന്യ പാചകവാതകം വിതരണം ചെയ്തതിൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ മനുഷ്യനിർമ്മിതമായ പ്രളയത്തെക്കുറിച്ച് പറഞ്ഞ വോട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രളയത്തിന് ശേഷമുള്ള പ്രളയ ദുരിതാശ്വാസത്തിന് എന്താ പറയണ്ടേ ദുരിതാശ്വാസ നടപടികളുടെ വീഴ്ചകൾ പറഞ്ഞ വോട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രളയ ദുരിതാശ്വാസത്തിൽ 10,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ച ഭരണകൂടത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളെക്കുറിച്ച് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ജനാധിപത്യപരമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ വീഴ്ചകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിച്ചു തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വർഗീയതയും മതവും ഉപയോഗിക്കുന്നത് ആരാ? കോൺഗ്രസിൻ്റെ പഞ്ചാബിലെ മന്ത്രി പറയുന്നത് മുസ്ലിങ്ങളെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യണം. നമുക്ക് കേരളത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കുന്നത് ശബരിമല സംബന്ധിച്ചുള്ള വിലക്കവിടെ ഉണ്ടായിട്ട് പോലും ആ വിഷയം ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഈ തരത്തിലുള്ള ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയിലൂടെ വെളിവായ ഈ വർഗീയ വിഭജന തന്ത്രം എന്ന നിലക്ക് കാണേണ്ടതല്ലേ എന്താണ് ചോദ്യം? അല്ല ശബരിമല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ശബരിമലയിലെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാണ് വർഗീയതയാകുന്നത്? ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചോ
അത് ഏതെങ്കിലും ഒരു മതവിരുദ്ധമായ ചടങ്ങ്, ഏതെങ്കിലും മതത്തിനെതിരല്ലല്ലോ. ശബരിമലയിലെ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആചാരങ്ങൾ, ആ ആചാര പദ്ധതികൾ തകർക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടക്കുമ്പോൾ ആ ആചാര പദ്ധതികൾ സംരക്ഷിക്കണമെന്ന് പറയുന്നത് മുസ്ലിം മതത്തിനോ ക്രിസ്ത്യൻ മതത്തിനോ എതിരാകുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് മതസ്പർദ്ധ വളർത്തുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ഒരു വിശ്വാസം സംരക്ഷിക്കണമെന്ന് പറഞ്ഞു മറ്റൊരു വിശ്വാസത്തിനെതിരെ പറയുകയാണെങ്കിൽ ശരിയാ, ഇത് വേറൊരു വിശ്വാസത്തിനും എതിരെ പറയുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് എതിരെ പറയുകയോ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ അവഹേളിക്കുകയോ ചെയ്യുമ്പോൾ ഇതാ പത്തനംതിട്ടയിലെ DYFI നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ? ഞങ്ങൾ വീണ ജോർജ് ജയിച്ചാൽ 18-ാം പടി കയറ്റും. അവിടെ അരവണ കൗണ്ടറിൽ ഇത് എന്താ പറയണ്ടേ, നാപ്കിൻ വിൽക്കും. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതാണല്ലോ ഒരു വിശ്വാസത്തെ കട്ട് ചെയ്യുന്നത്. ഞാൻ ആ മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മുഴുവൻ വാചകങ്ങൾ പറയുന്നില്ല. ആ ശബരിമലയെക്കുറിച്ച് ഉപയോഗിച്ച വാക്ക് ഞാൻ പറയുന്നില്ല. അതാണ് വിദ്വേഷം വളർത്തുന്നത്. അതല്ലാതെ ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കണം, ആ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിക്കണം എന്ന് പറയുന്നത് മറ്റൊരു വിശ്വാസത്തിനും എതിരല്ലല്ലോ. ഇത് ബോധപൂർവം സോഷ്യൽ മീഡിയയിലൂടെ ശബരിമല ഉൾപ്പെടെയുള്ള ഈ ഭൂരിപക്ഷ മതവിശ്വാസത്തെ ആ വിശ്വാസത്തെ ഹട്ട് ചെയ്യുന്ന തരത്തിൽ, കത്തി കൊണ്ട് കുത്തുന്ന തരത്തിലുള്ള പ്രചരണം നടത്തുന്നതാരാ? അതൊന്നും കാണുന്നില്ലല്ലോ. അതിനെതിരെ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, പൊൻകുന്ന ചെറുകട പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പരാതി കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ DYFI നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? അതല്ല ചർച്ച ചെയ്യേണ്ടത്. ഒരു DYFI നേതാവ് എന്ന് താങ്കൾ പറയുന്ന ആളേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളാണ് രാജ്യം ഭരിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നത് ശരിയായതല്ല. പിന്നെ ഈ പറയുന്ന പോലെ അതൊരു മനോഭാവമായിട്ട് എടുക്കണം, രാഷ്ട്രീയ നിലപാടായിട്ട് എടുക്കണം എന്ന കാര്യത്തിലേക്ക് വന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറിയാണ്. ശ്രീ സ്വരാജ്, ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടെ വരട്ടെ. ഈ ശബരിമല സംബന്ധിച്ച് ഇത് PS ശ്രീധരൻപിള്ളയുടേത് ഒരു രാഷ്ട്രീയ മനോഭാവം, ഈ പറയുന്ന താങ്കൾ പറയുന്നത് പോലെ ഒരു വിഭജിച്ച് വോട്ടുണ്ടാക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശദീകരണം കേട്ടുവല്ലോ. ശബരിമല ഇലേത് വിശ്വാസ സംരക്ഷണം എന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയാണ് തെറ്റായതാവുക? അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ആളുകൾ അതിന്മേൽ വെക്കുന്ന വിലക്ക് ശരിയായതല്ല എന്ന അവരുടെ നിലപാടിനെ എങ്ങനെയാണ് തള്ളാനാവുക? അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. ഒന്ന്, ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി ഇവിടെ ആദ്യം സൂചിപ്പിച്ചു ഈ ഭരണ നേട്ടങ്ങളൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുന്നുണ്ടെന്ന്. ശരിയല്ല, അങ്ങ് പറയുന്നത് ശരിയല്ല. കാരണം ഒരു നേതാവിൻ്റെയും പ്രസംഗത്തിൽ നമ്മളത് കേൾക്കുന്നില്ല. അങ്ങിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ നേതാക്കന്മാരുടെ പ്രസംഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ എന്താണെന്ന് നമ്മൾ കേൾക്കുന്നില്ലേ? നിങ്ങളാകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ പറയാൻ കഴിയാതെ, വികസന കാര്യങ്ങൾ പറയാൻ കഴിയാതെ. പിന്നെ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നം അങ്ങിപ്പോൾ ഇവിടെ ഉന്നയിച്ചു. ഒരു DYFI നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. DYFI നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് അങ്ങ് ഇവിടെ പറഞ്ഞു. ഒരു SFI പ്രവർത്തകൻ അവിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ് ഞാനും ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചു. എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങയെപ്പോലെ ഒരു ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വ ബോധം ഉണ്ടാവണം. അത് സമൂഹത്തിൽ എന്തൊക്കെ ഫലങ്ങൾ സൃഷ്ടിക്കും എന്ന് അങ്ങ് മനസ്സിലാക്കണം. എന്താണ് ആ സംഭവം? അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ളത് വ്യാജമാണെന്നും ആ കാര്യം ഗൗരവമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലും അതുപോലെ സൈബർ സെല്ലിലും പരാതി കൊടുത്തിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അങ്ങനെ പോസ്റ്റ് ഇടും എന്നാണോ അങ്ങ് ധരിക്കുന്നത്? അങ്ങ് ദയവായി രാഷ്ട്രീയ താല്പര്യത്തോടെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുത്. വസ്തുതകൾ മനസ്സിലാക്കണം. അത് അദ്ദേഹമാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസിന്മേൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. 2, അവതാരകൻ ചോദിച്ച ചോദ്യം, ശബരിമലയിലെ വിഷയം. ശബരിമലയിലെ പ്രശ്നത്തെക്കുറിച്ച് എന്താണ് BJP പറയുന്നത്? നോക്കൂ, ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം. ഈശ്വരന്റെ ദൃഷ്ടിയിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് ലേഖനം എഴുതിയ ആളാണ് ശ്രീ O രാജഗോപാൽ, അല്ലേ? അങ്ങ് നിഷേധിച്ചാൽ ഞാനത് അങ്ങേ ബോധ്യപ്പെടുത്താം, തെളിവ് തരാം. ഈ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് പ്രേരണാകുമാരി, അതിൽ ഒരാൾ നിങ്ങളുടെ നേതാവല്ലേ? അവർ BJPയുടെ IT സെല്ലിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നില്ലേ? ഇനി സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചപ്പോൾ RSSന്റെ ദേശീയ നേതൃത്വം അതിനെ സ്വാഗതം ചെയ്തതല്ലേ? എന്തിനാണ് വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടുന്നത്? നിങ്ങളുടെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി സുരേന്ദ്രൻ എന്താണ് പരസ്യമായി പറഞ്ഞത്? എല്ലാ സ്ത്രീകൾക്കും പ്രായഭേദമന്യേ അവിടെ പ്രവേശനം കൊടുക്കണം. തന്നെയുമല്ല, സ്ത്രീകളുടെ വ്രതകാലയളവ് 14 ദിവസം മതി എന്ന് തീർപ്പ് കൽപ്പിച്ചത് നിങ്ങളല്ലേ? ബഹുമാന്യനായ BJP നേതാവ് ഇങ്ങനെ എല്ലാം ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ പ്രശ്നം ഉയർത്തിയിട്ട് ഇവിടെ എന്തോ രാഷ്ട്രീയമായി
ശബരിമലയെ തകർക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഈ ശബരിമല വിഷയം ചർച്ച ചെയ്യുന്നതിലല്ല പ്രശ്നം. നിങ്ങൾ വിശ്വാസത്തെ വോട്ടിനു വേണ്ടി ഉപയോഗിക്കുന്നു, നിങ്ങൾ കളവ് പ്രചരിപ്പിക്കുന്നു. ശബരിമല വിഷയത്തിന് ഈ തെരഞ്ഞെടുപ്പിലെ പ്രസക്തി എന്താ? അത് സുപ്രീം കോടതി വിധിയല്ലേ? അത് മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരായിരുന്നില്ലേ? നിങ്ങളല്ലേ ഇന്ത്യ ഭരിച്ചവർ? നിങ്ങൾ കൊണ്ടുവന്നോ? നിങ്ങൾ ഭേദഗതി കൊണ്ടുവന്നോ? ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നോ? നിങ്ങൾ എന്ത് ചെയ്തു? എന്നിട്ട് നിങ്ങൾ വോട്ടിന് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നു. ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതല്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലേക്കാണ്, അമ്പല കമ്മിറ്റിയിലേക്കല്ല, ഉത്സവ കമ്മിറ്റിയിലേക്കല്ല. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പാണ്. നിങ്ങളാണ് ഈ വിധി സമ്പാദിക്കാൻ വേണ്ടി കേസ് കൊടുത്തവർ. നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപേ വാദിക്കാൻ തുടങ്ങി അവിടെ സ്ത്രീ പ്രവേശനം വേണമെന്ന്. ബഹുമാന്യനായ ഒ രാജഗോപാൽ മുതൽ കെ സുരേന്ദ്രൻ വരെ ലേഖനം എഴുതി പ്രസംഗിച്ചു അവിടെ സ്ത്രീ പ്രവേശനം വേണം. സുപ്രീം കോടതി അനുവദിച്ചപ്പോൾ നിങ്ങൾ കളമാറ്റി ചവിട്ടുന്നു. 4 വോട്ടിനു വേണ്ടി നിങ്ങൾ വിശ്വാസത്തെ ഉപയോഗിക്കുന്നു. നിങ്ങൾ മനുഷ്യന്റെ മനസ്സുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ശബരിമലയെ കുൽസിതമായ ഉദ്ദേശത്തോടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു. ഇത് ശരിയാണോ? ഇത് അന്തസ്സാണോ? ഇത് മാന്യതയാണോ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അതിനെയാണ് എതിർക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് വിശ്വാസം, മതം, ജാതി തുടങ്ങിയ കാര്യങ്ങളെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കരുതെന്നാണ്. അത് നിങ്ങൾ ലംഘിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ സ്വരാജ് താങ്കളിലേക്ക്. ഒപ്പം ശ്രീ നാരായണ നമ്പൂതിരി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഡൊമിനിക് പ്രശ്നേഷൻ ഞാൻ താങ്കളിലേക്കാണ് വരിക. ഈ തരത്തിലുള്ള പ്രചാരണം BJP മനഃപൂർവ്വമായിട്ട് ഉദ്ദേശത്തോടു കൂടി നടത്തുന്നതാണെങ്കിൽ അതവർക്ക് ഗുണം ചെയ്യുമോ എന്ന ചോദ്യം കൂടെ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് വരാം. ഇടവേളയിലേക്കാണ് പോകേണ്ടത്. അവിടെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോഴേക്ക് ഒരുപക്ഷെ അതിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സമയത്ത് ചർച്ചയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കി തന്നുകൊള്ളാം. ശ്രീ ഡൊമിനിക് പ്രശ്നേഷൻ, ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചാരണ പരിപാടികളൊക്കെ കാണുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സംശയമുണ്ടാകുന്ന മറ്റൊരു കാര്യം ഈ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള BJPയുടെ നിരന്തരമായിട്ടുള്ള ആക്രമണമാണ്. അല്പം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാനിരിക്കുന്ന വേദിയിൽ പ്രസംഗം നടത്തുന്ന ആളുകളടക്കം മുസ്ലിം ലീഗിനെ വല്ലാത്ത തോതിൽ വിമർശിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ മുസ്ലിം ലീഗ് എയ്ഡ്സ് ആണ്, അതുപോലൊരു മഹാരോഗത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതുപോലെയാണ് എന്ന് കഴിഞ്ഞ ദിവസം BJPയുടെ നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ മുസ്ലിം ലീഗിനെതിരായുള്ള രാഷ്ട്രീയ വിമർശനം മാത്രമാണെങ്കിൽ അതങ്ങനെ കണ്ട് തള്ളിക്കളയാമായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നത് പോലെ തോന്നുമല്ലോ ചില ആളുകൾക്ക്, കാണുന്ന ആളുകൾക്ക്. ഇവിടെ മുസ്ലിം ലീഗിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള വിമർശനം വരുമ്പോൾ കോൺഗ്രസ് അതിനൊരു വർഗീയ പ്രചാരണമായിട്ട് കണ്ടിട്ട് അതിനെ എതിർക്കുന്നില്ല വേണ്ട വിധത്തിൽ എന്ന തോന്നലുള്ള ആളുകളുമുണ്ട്. അവരോട് എന്ത് പറയും? ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ, മുസ്ലിം ലീഗുമായിട്ട് കോൺഗ്രസിൻ്റെ ബന്ധം 5 പതിറ്റാണ്ടായിട്ടുള്ള ബന്ധമാണ്. എന്ന് മാത്രമല്ല ഞങ്ങൾ നേതാക്കളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി കാണിച്ചത് പാകിസ്ഥാൻ പതാകയാണെന്ന് പറയുന്നത് അവരുടെ വിവരക്കേടും അതുപോലെ തന്നെ മനഃപൂർവ്വം ഒരു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞ പർപ്പസ്ഫുള്ളായിട്ട് പറയുന്നതല്ലേ അത്. ഞാൻ ചോദിക്കട്ടെ, 52% ഹൈന്ദവരുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വയനാട്. അവിടെ എന്താ പറയുന്നത്, ന്യൂനപക്ഷങ്ങളുടെ സഹായം തേടി രാഹുൽ ഗാന്ധി ഓടിയെന്ന് അവർ പ്രചരിപ്പിക്കുന്നത് മനഃപൂർവ്വം പറയുന്നതാണ്. മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയാം, 952 തൊട്ട് ഈ BJP ഉണ്ടാകുന്നതിന് മുമ്പ് തൊട്ട് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗത്തുള്ള പാർട്ടിയായി ഇന്ത്യൻ മുസ്ലിം ലീഗ്. അവിടെയാണ് ഇത് നോക്കേണ്ടത്. അവർക്ക് എല്ലാ പ്രാവശ്യവും 2-3 മെമ്പർമാരുണ്ടാവും, രാജ്യസഭ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് ഞങ്ങൾ കാണുന്നത് ഒരിക്കലും വർഗീയ പാർട്ടിയായിട്ടില്ല. അവരെ ഞങ്ങൾ കാണുന്നത് അവരുടെ പേരിൻ്റെ ഒപ്പം മുസ്ലിം ഉണ്ടെന്ന് ശരിയാണ്. അതൊഴിച്ചാൽ അവരുടെ നിലപാടുകൾ അവർ വേറെ ഏതെങ്കിലും മതത്തെ തീർക്കാറുണ്ടോ? അവരവരുടെ ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി പോരുന്നുണ്ട്, പിന്നോക്കാർക്ക് വേണ്ടി പറയാറുണ്ട്. അവരൊരു മതേതര പാർട്ടിയാണ് വിശ്വാസം ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ പരസ്യമായി ഡിഫെൻഡ് ചെയ്യാറുണ്ട്. ഈവൻ രാഹുൽ ഗാന്ധി പോലും പറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് മുസ്ലിമിനെ അറ്റാക്ക് ചെയ്യുന്ന പർപ്പസുള്ള അത് വേറെ ലക്ഷ്യമുണ്ട് BJPക്ക്. കേരളത്തിൽ പോലും ഈ ശബരിമല ഏശാത്തത് കൊണ്ട് ഇനി അല്പം ലീഗിനെ കുറ്റം പറഞ്ഞ് എങ്ങനെയും വർഗീയം ഉണ്ടാക്കാൻ കഴിയുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയും. മാത്രമല്ല പ്രധാനമന്ത്രിയുടെയൊക്കെ പ്രസംഗം എന്താണ്? ഞാൻ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ കർണാടക ഇലക്ഷൻ ഞാൻ ഉടുപ്പി ആ ഭാഗത്ത് 10 ദിവസം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഉടുപ്പി ഭാഗത്ത് വന്ന് പ്രസംഗം എന്നറിയാം, ടൈംസിൻ്റെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ടിപ്പുവിനെ കുറിച്ചാണ്. ടിപ്പു 100 കണക്കിന് അമ്പലങ്ങൾ തകർത്തു, ആ ടിപ്പുവിനെയാണ് സിദ്ധരാമയ്യ ഗവൺമെൻറ് ആദരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ വളരെ അവിടെയാണ് കുറേ ഭർത്തയുള്ള സ്ഥലമാണ്, അവിടെ ടെൻഷനുള്ള സ്ഥലം ഏരിയ കർണാടകത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ബോധപൂർവം ഇങ്ങനെ വർഗീയ പ്രീണനം ഉണ്ടാക്കി അതിൻ്റെ അകത്തുനിന്ന് ജയിക്കാൻ നോക്കുന്ന ആ തന്ത്രമുണ്ടല്ലോ, ചിലയിടത്തൊക്കെ ജയിച്ചിട്ടുണ്ട്. ആ തന്ത്രം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മാത്രമല്ല ജനങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്തും. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഈ ഇലക്ഷനിൽ ശബരിമല ഇഷ്യൂ വലിയ പ്രസക്ത ഇഷ്യൂ ആയിരിക്കില്ല എന്നെൻ്റെ വിശ്വാസം. BJP അങ്ങനെ ശ്രമിക്കുമെങ്കിലും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം.
ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ നാരായണൻ നമ്പൂതിരി, ഇവിടെ ഈ മുസ്ലിം ലീഗ് നേരത്തെ ഈ പറഞ്ഞതുപോലെ വസ്ത്രമൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റുകയുള്ളൂ എന്ന തരത്തിൽ ഒട്ടും അനുകൂലിക്കാനാകാത്ത അതിശക്തമായിട്ട് എതിർക്കേണ്ടുന്ന ഒരു പ്രസ്താവന ശരിയായിരിക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് നാക്കുപിഴ കൊണ്ടുവന്നതായിരിക്കാം. അദ്ദേഹം ഇതുവരെ എതിർത്തിട്ടില്ലെങ്കിൽ തന്നെയും അങ്ങനെയാണെന്ന് കരുതിയാൽ പോലും അത് പറയേണ്ടി വരുന്ന വിധം ഉള്ളിലുള്ള മനോഭാവത്തിൻ്റെ ഒരു പ്രകടനമല്ലേ ഈ മുസ്ലിം ലീഗ് ആ പാർട്ടിയുടെ പേരിൽ മുസ്ലിം എന്നൊരു വാക്കുള്ളത് കൊണ്ട് നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന നല്ല വിമർശനമുള്ള ആളുകളുണ്ട്. ഇതിപ്പോൾ ലീഗ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന അനവധിയായിട്ടുള്ള പാർട്ടികളിലൊന്നാണ്. അവരിവിടെ UDF-ൻ്റെ ഘടകകക്ഷിയാണ്. UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. പക്ഷേ എല്ലായിടത്തും മുസ്ലിം ലീഗിനെ അതിശക്തമായിട്ട് എതിർക്കുകയാണെന്ന് വെച്ചാൽ ഇതുപോലെ നിന്ദ്യമായ വാക്കുകളാൽ. അത് ഈ പറയുന്നത് പോലെ കേരളത്തിൽ മറ്റ് പലയിടങ്ങളിലും പയറ്റി വിജയിച്ചിട്ടുള്ള ഈ വർഗീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ സ്ഥാപിക്കാം, അതുവഴി നേട്ടമുണ്ടാക്കാനാകും, ഹിന്ദുമത വിശ്വാസികളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കി തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനാകുമെന്നൊരു രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പാർട്ടി, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ മുസ്ലിം ലീഗിനെയൊക്കെ തന്നെയും വിമർശിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് വിശദീകരിക്കുക? അല്ല എന്ന് പറയുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശ്രീധരൻപിള്ളയുടെ പ്രസ്താവന അതോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഒരു നാക്കുപിഴയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തള്ളുക? ഒന്ന്, ഈ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ആണ് എന്നാണല്ലോ പ്രിയപ്പെട്ട ഡൊമിനിക് ജി പറഞ്ഞത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർത്താൽ അതെങ്ങനെയാണ് ഒരു മതത്തെ എതിർക്കുന്നതാകുന്നത്? ഒന്ന്. രണ്ട്, മുസ്ലിം ലീഗ് എന്ന കോൺഗ്രസ്സിന് CPM-നുമൊക്കെ സ്വീകരിക്കാൻ പാകുന്ന പാർട്ടിയായത്? നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യവാദിയായ നേതാവ് ജവഹർലാൽ നെഹ്റു മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞത് എന്താ? അത് ചത്ത കുതിരയാണെന്നല്ലേ പറഞ്ഞത്. കൂടെ ഇരുത്താൻ പോലും സമ്മതിച്ചിരുന്നില്ലല്ലോ. സഖാവ് നമ്പൂതിരിപ്പാട് CH മുഹമ്മദ് കോയ സ്പീക്കറാകണമെങ്കിൽ തൊപ്പി ഊരി വയ്ക്കണമെന്ന് പറഞ്ഞവരല്ലേ? ഇതൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ രണ്ട് മുന്നണികളും മുസ്ലിം ലീഗിനെ പൊളിറ്റിക്കലായിട്ടാണ് എതിർക്കുന്നത്. അല്ലാതെ മുസ്ലിം ലീഗിനെ എതിർക്കുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു മതത്തിനെ എതിർക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ഞങ്ങൾക്കില്ല. ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നതിനോട് ക്ഷമിക്കണം ശ്രീ നാരായണൻ നമ്പൂതിരി. ഒരൊറ്റ ചോദ്യം. തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ശബരിമല വിഷയത്തിൽ ഹിന്ദുമത വിശ്വാസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗും എന്ന് പറഞ്ഞുവല്ലോ. മുസ്ലിം ലീഗ് ആ വിഷയത്തിലെടുത്ത നിലപാട് കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് CPM-നെതിരായിട്ടുള്ള നിലപാടായിരുന്നു. ശബരിമലയിൽ വിശ്വാസ സംരക്ഷണത്തിനൊപ്പം നിൽക്കണം എന്നതായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെയുള്ള മുസ്ലിം ലീഗിനെ മറ്റൊരിടത്ത് പോയിട്ട് കേരളത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, മുസ്ലിം ലീഗ് ഇതിന് ഓപ്പോസിറ്റായിട്ട് ഹിന്ദു വിശ്വാസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് എന്ന് പറയുന്നത് രാജ്യത്ത് വലിയ തോതിലുള്ള ദോഷമുണ്ടാക്കുകയില്ലേ? നമ്മുടെ നാട്ടിൽ വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തെ കള്ളപ്രചാരണം നടത്തുന്നത് പോലെ പറയുന്നത് ശരിയല്ലാത്ത കാര്യമല്ലേ? അത് നമ്മൾ ഈ പറഞ്ഞ പോലെ അപകടമുണ്ടാക്കുകയില്ലേ നാട്ടിൽ? അതൊരു രാഷ്ട്രീയ, അത് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ജവഹർലാൽ നെഹ്റു നടത്തിയ പോലുള്ള ഒരു രാഷ്ട്രീയ വിമർശനമൊന്നുമല്ലല്ലോ. ഒന്ന്, തമിഴ്നാട്ടിൽ ഇവർ ഒരു മുന്നണിയല്ലേ? തമിഴ്നാട്ടിൽ കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും ഒരു മുന്നണിയാണ്. ആ മുന്നണിക്കെതിരെയുള്ള പ്രസംഗമല്ലേ നടക്കുന്നത്? ആ മുന്നണിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ മുന്നണിയിൽ മുസ്ലിം ലീഗും CPM-ന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ CPM ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന മുന്നണിയിൽ മുസ്ലിം ലീഗ് ഒരു ഘടകകക്ഷിയാണ്. രാഷ്ട്രീയമായി അവിടെ അത് പറയും. അതിനെന്താണ് തെറ്റ്? അവിടെ കേരളത്തിലെ പോലെ മുസ്ലിം ലീഗും CPM-ഉം രണ്ട് പാളയത്തിലല്ലല്ലോ, ഒരേ പാളയത്തിലാണ്, ഒരേ പാത്രത്തിലാണ് അവരവിടെ കഴിക്കുന്നത്. കോൺഗ്രസും മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയാണുള്ളത്. രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച ബാഡ്ജാണ് അവിടെ ഉള്ളത്. രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച ബോർഡും പോസ്റ്ററുമാണുള്ളത്. അവരവിടെ ഒരു മുന്നണിയാണെന്ന്. ആ മുന്നണിക്കെതിരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ആ മുന്നണിയിലുള്ള ഘടകകക്ഷികളെ കുറിച്ച് പറയണ്ടേ? അതിനപ്പുറം അതിനെന്താ അർത്ഥം കൊടുക്കേണ്ടത്? തമിഴ്നാട്ടിൽ കർണാടകത്തിൽ മുസ്ലിം ലീഗില്ല, മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. പൊളിറ്റിക്കലായി നമ്മൾ എതിർക്കുമല്ലോ. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം ശ്രീ നാരായണൻ നമ്പൂതിരി. താങ്കൾ സ്വരാജ്, ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളാണ്. സ്വാഭാവികമായി മുസ്ലിം ലീഗ് പേര് പറയില്ലായിരിക്കും.
ഞാൻ തിരിച്ചു വരാം. ശ്രീ സ്വരാജ്, ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളാണ്, രാഷ്ട്രീയമായിട്ട് അവരുടെ വിഷയങ്ങളാണിവ, ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയങ്ങളാണിവ. അതിപ്പോൾ ശബരിമലയാണെങ്കിൽ തന്നെയും മുസ്ലിം ലീഗിനെ ആ നിലയ്ക്ക് എതിർക്കേണ്ടതാണെങ്കിൽ തന്നെയും അവരുടെ രാഷ്ട്രീയ വിഷയങ്ങളാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്രീയമായി പറയുന്നതിനെ വർഗീയ പ്രചാരണം എന്ന് ചിത്രീകരിക്കരുത് എന്ന അവരുടെ പോയിന്റിൽ എത്രത്തോളം താങ്കൾ അംഗീകരിക്കും? അങ്ങനെ അല്ല. ബി ജെ പിയുടെ പ്രതിനിധി കൂടെ ചൂണ്ടിക്കാണിച്ച മറ്റേ തൊപ്പിഹുരിയ കഥയൊക്കെ ഉണ്ടല്ലോ, അതിൽ അദ്ദേഹത്തിന് ചരിത്രപരമായി തന്നെ അതിൽ ധാരണാപിശകുണ്ട്. ഞാൻ ഇനിയിപ്പോൾ അത് വിശദമായതിലേക്ക് പോകുന്നില്ല, അത് ശരിയല്ല എന്ന് മാത്രം ഒറ്റ വാക്കിൽ ഞാൻ ആ ഭാഗം പറഞ്ഞു നിർത്തുന്നു. ഇവിടെ വിഷയം അദ്ദേഹം തന്നെ പറഞ്ഞ കൂട്ടത്തിൽ പൊളിറ്റിക്കലായ വിമർശനം എന്ന് പറഞ്ഞു. നോക്കൂ, പൊളിറ്റിക്കലായ വിമർശനത്തിന്, രാഷ്ട്രീയമായ വിമർശനത്തിന് ഇവിടെ ഒരു പ്രശ്നവുമില്ല. അതാണ് നമ്മളെല്ലാം ചെയ്യേണ്ടത്, അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾ ചെയ്യുന്നത് പൊളിറ്റിക്കലായ വിമർശനമല്ല. നിങ്ങൾ പൊളിറ്റിക്സേ പറയുന്നില്ല, നിങ്ങൾ വർഗീയത മാത്രമാണ് പറയുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗിനെ എതിർക്കരുതെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ അതിശക്തമായിട്ട് മുസ്ലിം ലീഗിനെ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയും അതിശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങളത് പറയുന്നുണ്ടല്ലോ, നിങ്ങളും പറയുന്നുണ്ടാവും, പറഞ്ഞോട്ടെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം, ഇപ്പൊ ഞാൻ തന്നെ പങ്കെടുത്ത ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ ഒരു നേതാവ് പറഞ്ഞ പ്രയോഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, വയനാട്ടിലെ സംഭവം മറ്റേ പ്രചരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ പതാകയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് പാകിസ്ഥാന്റെ കൊടിയെന്നാണ്. ഞാൻ ബഹുമാന്യനായ ബി ജെ പി നേതാവിനോട് ചോദിക്കുന്നു, എവിടെ നിന്നാണ് ഈ പാകിസ്ഥാൻ ഇതിനിടയിൽ കയറി വന്നത്? പൊളിറ്റിക്കലായ വിമർശനങ്ങൾക്കിടയിൽ എവിടെ നിന്നാണ് പാകിസ്ഥാൻ കയറി വരുന്നത്? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുന്നതിനിടയിൽ എന്തിനാണ് മുസ്ലിം സ്വത്വത്തെ അപമാനിക്കുന്നത്? അതിനെതിരായിട്ടുള്ള ഒരു വിദ്വേഷം നിങ്ങളുടെ വാക്കുകളിൽ വരുന്നത് എന്തിനാണ് മുസ്ലിം ലീഗ് വൈറസ് ആണെന്ന് പറയുന്നത്? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കൂ. ഞാൻ പറയുന്നത് ഒരു രോഗമാണ്, വൈറസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ അത് രാഷ്ട്രീയ വിമർശനമല്ല, അത് വിദ്വേഷ പരാമർശമായിട്ട് വരും. നമ്മൾ പാകിസ്ഥാനെ ഇതിനിടയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ത്യൻ യൂണിയന്റെ തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ എന്ത് കാര്യം? അപ്പോൾ അതിനിടയിൽ മതപരമായ വിദ്വേഷവും പാകിസ്ഥാൻ വിരോധവും മുസ്ലിം സ്വത്വത്തെ പാകിസ്ഥാനുമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള അപകടകരമായ സന്ദേശവുമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. അത് തെറ്റാണെന്നാണ് ഞങ്ങൾ പറയുന്നത്, അതല്ല വേണ്ടത്. നിങ്ങൾ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ എതിർക്കൂ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ അത് ബഹു രസമാണ്, അത് ഞാൻ ഇത്തിരി തമാശയായിട്ടാണ് കാണുന്നത്. കാരണം മുസ്ലിം ലീഗുകാരുടെ ഒരു ഗതിയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അവർ ഈ ശബരിമല വിഷയം വന്ന സമയത്ത് ഈ RSSകാര് നാമജപം എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ നടക്കുന്ന സമയത്ത് റോഡ് സൈഡിൽ നാരങ്ങാ വെള്ളം തയ്യാറാക്കിയിട്ട് അവർക്ക് കൊടുത്ത ആളുകളാണ് ഈ മുസ്ലിം ലീഗുകാർ. അവരെ തന്നെയാണ് ഇപ്പോൾ ഇവരിങ്ങനെ ആക്ഷേപിക്കുന്നത്. ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അതിന് ലീഗ് മറുപടി പറയട്ടെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ അത് പ്രതികരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, യോഗി ആദിത്യനാഥിന്റെയും ഉൾപ്പെടെയുള്ള സംഘപരിവാർ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ, TV ചാനലിൽ പങ്കെടുക്കുന്നവർ ഉൾപ്പെടെ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ, ഈ ആസ്ഥാനത്ത് പാകിസ്ഥാനെ കൊണ്ടുവന്ന് ചേർത്ത് വെക്കുന്നത്, ഇതൊക്കെ മതപരമായ വിദ്വേഷം ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു വർഗീയമായ ചേരിതിരിവ് ലക്ഷ്യം വെക്കുകയാണ്. ടിപ്പു സുൽത്താന് ഇന്ത്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇപ്പോൾ റോളുള്ളത്? എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങൾ, ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തിട്ടുള്ള രാജാവിന്റെ പേര് ഹർഷദേവൻ എന്നാണ്. അത് ഹിന്ദു രാജാവാണ്. ലക്ഷ്യം സ്വത്ത് സമ്പാദനായിരുന്നു. ഇന്ത്യ ചരിത്രത്തിൽ അങ്ങനെ എത്ര കൗതുകകരമായ കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനൊക്കെ എന്തിനാണ് സമുദായത്തിന്റെ നിറം, മതവിദ്വേഷം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് എന്തിനാണ്? ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ തെരഞ്ഞെടുപ്പിലെങ്കിലും രാഷ്ട്രീയം പറയൂ, തെരഞ്ഞെടുപ്പിലെങ്കിലും രാഷ്ട്രീയമായ വളരെ നന്ദി ശ്രീ സ്വരാജ്, വളരെ നന്ദി ശ്രീ സ്വരാജ്. ശ്രീ ഡൊമിനിക് പ്രസിഡന്റ്, ശ്രീ നാരായണൻ നമ്പൂതിരി, ഞാൻ ഒരിക്കൽ കൂടി അങ്ങോട്ട് വരുന്നില്ല. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടിയിലെ പ്രസംഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതിലേക്ക് പോകേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചാരണ പരിപാടികളിലൊന്നാണ് സ്വാഭാവികമായിട്ടും അത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസ്താവനകൾ നമുക്ക് കേൾക്കാം. അതുകൊണ്ട് ഈ ചർച്ചയിലേക്ക് അങ്ങോട്ടേക്കാണ് പോകുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് 3 പേർക്കും, ശ്രീ നാരായണൻ നമ്പൂതിരി, ശ്രീ എം സ്വരാജ്, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലേക്ക്. कुछ ऐसा करना हो जिससे देश के नुकसान होता हो, वैज्ञानिकों का मनोबल टूटता हो, तो कांग्रेस का सारा डर खत्म हो जाता है। केरला की धरती के सपूत वैज्ञानिक नंबी नारायण जी के साथ क्या किया गया, ये आपको पता है ना? സുഹൃത്തുക്കളെ, ഇത് നേരത്തെ തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ അന്ന് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിന് അതിനുള്ള ധൈര്യമില്ലായിരുന്നു. അവർക്ക് തീരുമാനമെടുക്കാൻ ഭയമായിരുന്നു.
തീർച്ചയായിട്ടും ഈ നാടിന് നഷ്ടമുണ്ടാക്കുന്ന, ശാസ്ത്രജ്ഞരുടെ മനോബലം തകർക്കുന്ന എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ കോൺഗ്രസിന് എല്ലായ്പ്പോഴും അതിന് അവരുടെ ഭയം മുഴുവൻ പമ്പ കടക്കുമായിരുന്നു. കേരളത്തിന്റെ സ്വന്തം പുത്രൻ ശാസ്ത്രജ്ഞനായ ശ്രീ നമ്പിനാരായണനോട് എന്താണ് കോൺഗ്രസ് ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ നമ്പിനാരായണനെ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? Sisters and brothers of Kerala, can we ever forgive the Congress for the poor treatment they gave to scientist Nambi Narayan ji, a proud son of this soil? സഹോദരി സഹോദരന്മാരെ, കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ശ്രീ നമ്പിനാരായണനോട് കാണിച്ച ഹീനമായിട്ടുള്ള പെരുമാറ്റത്തിന് എന്തെങ്കിലും നമുക്ക് കോൺഗ്രസിനോട് ക്ഷമിക്കാനാകുമോ? साथियों, यही अंतर एक राष्ट्रवादी सरकार और एक वंशवादी सरकार के बीच होता है। यही अंतर एक निर्णायक सरकार और एक नारे देने वाली सरकार में होता है। സുഹൃത്തുക്കളെ, ഇതാണ് ദേശീയവാദികളുടെ സർക്കാരും കുടുംബാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ സർക്കാരും വാഗ്ദാനങ്ങൾ മാത്രം നൽകാൻ അറിയുന്നവരുടെ സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. भाइयों और बहनों, इस बार के चुनाव सिर्फ एक सरकार बनाने के लिए नहीं है। ये चुनाव आने वाले वर्षों में भारत विकसित देश कैसे बने, इसके लिए है। भारत दुनिया की टॉप 3 इकोनॉमी के क्लब में कितनी जल्द पहुंच सके, आप इस चुनाव में आपके एक वोट से ये तय करने वाले हैं। സുഹൃത്തുക്കളെ, ഇത്തവണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണ പരിപാടിയിലെ പ്രസംഗം തുടരുകയാണ്. രാജ്യത്തെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിൽ ഒന്നിലേക്ക് എത്തിക്കുക എന്നതുപോലുള്ള വലിയ കാര്യങ്ങൾക്കുള്ള തീരുമാനമെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇപ്പോഴത്തേത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു രാഷ്ട്രീയ വിഷയങ്ങൾ കൂടെ അദ്ദേഹം പറയും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പ് പ്രൈം ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് നേരത്തെ മുന്നോട്ട് വെച്ച ചോദ്യം ഇതായിരുന്നു: വർഗീയ പ്രചാരണം കേരളത്തിൽ വിലപ്പോവുമോ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 90% വർഗീയ പ്രചാരണത്തിന് കേരളത്തിൽ വിലയുണ്ടാവുകയില്ല എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വർഗീയ പ്രചാരണം കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 90% പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. 10% പേർക്ക് മാത്രമേ മറിച്ചൊരു അഭിപ്രായമുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.